വയനാട്ടിലേക്ക് തന്നെ വരുമ്പോൾ അവിടെ എൻ ഡി അപ്പച്ചന്റെ രാജിയിലേക്ക് നയിച്ചത് സംഘടനാ പാളിച്ചകളാണെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നേരത്തെ വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ പുതിയ DCC അധ്യക്ഷന്റെ കാര്യത്തിലും ചില എതിർപ്പുകളൊക്കെ ഉണ്ട്. പല ഒരു കൂടിയാലോചനകൾ നടന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അത്തരം ആക്ഷേപങ്ങൾ കൂടി വയനാടിന്റെ സംഘടനയ്ക്കകത്ത് ഉയരുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നമുക്ക് വയനാട് നിന്ന് തന്നെ അക്കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതെ, ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകുന്നുണ്ട്. ഫൈസൽ, അങ്ങനെ വയനാട്ടിലെ സംഘടനയ്ക്കകത്ത് നീറിപ്പുകയുന്ന പ്രശ്നങ്ങൾക്കൊരു ചെറിയ പരിഹാരം എന്ന രീതിയിലാണ് എൻ ഡി അപ്പച്ചൻ രാജിവെക്കുന്നതും അപ്പോൾ ഒരു കുറച്ചുകൂടെ ക്ലീൻ ഇമേജ് ഉള്ള TJ ഐസക് ആ സ്ഥാനത്തേക്ക് വരുന്നതുമൊക്കെ. പക്ഷേ അതിൽ തന്നെ സംഘടനാപരമായ ചില ചോദ്യം ചെയ്യലുകളൊക്കെ നിൽക്കുന്നുണ്ട്. പലർക്കും സംഘടനയ്ക്കകത്ത് തന്നെ അത്തരത്തിലുള്ള വിയോജിപ്പുകളുണ്ട്. കാര്യമായ കൂടിയാലോചനകൾ നടത്തിയില്ല. ഇനി പ്രശ്നങ്ങളൊക്കെ ചെന്ന് പ്രിയങ്ക ഗാന്ധി അറിയിക്കാൻ കൂടി ഒരു കൂട്ടർ തയ്യാറെടുക്കുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ സംഘടനയ്ക്കകത്ത് നിലവിൽ എന്തൊക്കെ നടക്കുന്നു ഫൈസൽ? ജിൽസി, സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും അതുതന്നെയാണ് പറയാനുള്ളത്. കോൺഗ്രസിലെ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷമായി നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നാണ് വയനാട് ജില്ലയിൽ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മറനീക്കി പുറത്തു വരുന്നത്. അതുവരെ ഗ്രൂപ്പ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പൊ സംഘടനക്കുള്ളിൽ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു എന്നല്ലാതെ മറ്റു ചില പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ NM വിജയന്റെ ആത്മഹത്യയും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും പാർട്ടിയെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട കാര്യം NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ മുൻ DCC പ്രസിഡന്റ് ആയിരുന്ന IC ബാലകൃഷ്ണൻ, ഇപ്പോൾ MLA ആണ്, അദ്ദേഹത്തിന്റെ പേരും അതുപോലെ തന്നെ ND അപ്പച്ചന്റെ പേരുകളും എഴുതി വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ കൃത്യമായിക്കൊണ്ട് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നടന്ന എല്ലാവിധ പ്രശ്നങ്ങളും DCCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായത് തന്നെയാണ്. DCC നേതാക്കൾ DCCയിലെ അതായത് കോൺഗ്രസിനകത്തെ ആളുകളെ തന്നെ കൊലക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് തന്നെ സംഘടനക്കകത്ത് പാർട്ടിയിലെ പല മീറ്റിങ്ങുകളിലും പാർട്ടി നടത്തുന്ന പല പരിപാടികളിലും ഈ DCC പ്രസിഡന്റിനെ അടക്കം കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് പോലും പല ഘട്ടങ്ങളിലും പ്രവർത്തകർ കടന്നു എന്നുള്ളത് നമ്മൾ നേരിൽ കണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുക, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ND അപ്പച്ചന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വീഴ്ചയായി ഈ രാജിയിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അപ്പോൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി മാറിയതിനു ശേഷം പ്രിയങ്ക ഗാന്ധി വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ സംഘടനക്കകത്തെ ജില്ലക്കകത്തെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ DCC പ്രസിഡന്റിന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയായി തന്നെ കാണുകയാണ്. അവിടെയാണ് ND അപ്പച്ചന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കുറഞ്ഞ കാലയളവിൽ പാളി എന്നുള്ള തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ തന്നെ വന്നത് ഈ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ച പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, സണ്ണി ജോസഫ് MLA ഇത്രയും ആളുകൾ വയനാട് ജില്ലയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ DCCയിൽ KPCC നേതൃയോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഉൾപ്പെടെ ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ വിമർശനം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം വിമർശനങ്ങളൊക്കെ നിലനിൽക്കെ DCC പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ഒരു വിഭാഗം ആളുകൾ ഉന്നയിച്ചതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയം കൂടി ഇതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ND അപ്പച്ചനെ മാറ്റി ഒരു വിഭാഗം ആളുകൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നാണ്. അതായത് ഈ ND അപ്പച്ചൻ